ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സാൻഡ്വിച്ചാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ഒരു ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ചെറിയ പൊട്ടറ്റോ വേവിച്ച ശേഷം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ പൊട്ടറ്റോ വേവിച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് മല്ലിയില കട്ട് ചെയ്തത്, 4 സ്ലൈസ് ബ്രെഡ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് വേണം, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ചാറ്റ് മസാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ നൂഡിൽസിലുള്ള മസാലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്തിട്ടിടാം. എരിവ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം, മല്ലിയില, ക്യാപ്സിക്കം, പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം, പെപ്പർ പൗഡറും നൂഡിൽസിൻ്റെ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ വേറെ ഒരു ബൗളിൽ കുറച്ച് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 2 രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. മയോണൈസ് ഇല്ലാതെയും ഉണ്ടാക്കുന്നുണ്ട്, മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടും ഉണ്ടാക്കി കാണിക്കാം. ഇനി ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്ത ശേഷം അതിലേക്ക് കെച്ചപ്പ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മറ്റേ സ്ലൈസ് ബ്രെഡ് എടുത്ത ശേഷം അതിലേക്കും കെച്ചപ്പ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2 സ്ലൈസ് ബ്രെഡും കൂടെ വെച്ചതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടെ ഇതേപോലെ തന്നെ ഉണ്ടാക്കി കാണിക്കാം. രണ്ടാമത്തെ ബ്രെഡ് സ്ലൈസിൽ ഞാൻ മയോണൈസ് ചേർത്ത വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത ശേഷം രണ്ടാമത്തെ സ്ലൈസ് ബ്രെഡിലും കെച്ചപ്പ് ഒന്ന് ചേർത്ത ശേഷം ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് ഇതിൽ വെച്ച ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇത് മൂടി വയ്ക്കാം. മറ്റേ സൈഡ് ഒരു 2 മിനിറ്റ് ആയതിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസിയായ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഒരു ബ്രെഡ് ഞാൻ മയോണൈസ് ചേർത്തിട്ടാണ് ചെയ്തത്, മറ്റേതിൽ മയോണൈസ് ചേർത്തിട്ടില്ല. ഈ ഒരു സാൻഡ്വിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.